Good morning to all of you. Today we are going to discuss objectives, functions or purposes or need of cost accounting. The main objectives of cost accounting are cost recording, cost estimation, cost ascertainment, cost presentation, decision making, cost control and cost reduction. First one is cost recording. Cost recording refers to recording of cost transactions in cost books. Second one, cost estimation. Cost estimation is the process of predetermining the cost of a product to be manufactured or service to be rendered. കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പീരീഡിൽ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് പ്രോഡക്റ്റിന് എത്രമാത്രം കോസ്റ്റ് ഉണ്ടാകും എന്ന് ഇതിനു മുൻപുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നതിനെയാണ്, എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് അടുത്ത ഒരു മാസത്തേക്ക് 10,000 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്താണ് കോസ്റ്റ് എന്ന് മുൻകൂട്ടി കണ്ടെത്തുന്നതിനെയാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുക. നെക്സ്റ്റ്, കോസ്റ്റ് അസർട്ടൈൻമെന്റ്. ഇവിടെ ആക്ച്വൽ കോസ്റ്റ് കണ്ടെത്തുന്നതാണ്. എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ എത്രമാത്രമാണ് കോസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്ന്, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് എത്രമാത്രം കോസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് കോസ്റ്റ് അസർട്ടൈൻമെന്റ് എന്ന് പറയുക. So it is the process of determining costs on the basis of actual data. Fourth one is cost presentation. Cost presentation refers to a system of reporting cost data to various levels of management to suit their requirements. പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് മാനേജ്മെൻറ്റിൻ്റെ മുൻപാകെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുക. കോസ്റ്റ് പ്രസൻറ്റേഷൻ. എത്രമാത്രം ലേബർ കോസ്റ്റ്, എത്രമാത്രം മെറ്റീരിയൽ കോസ്റ്റ്, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി പ്രസൻറ്റ് ചെയ്യുകയാണ് കോസ്റ്റ് പ്രസൻറ്റേഷനിൽ ഉദ്ദേശിക്കുക. ഇറ്റ് എയിംസ് അറ്റ് സപ്ലൈയിങ് ദ റൈറ്റ് ഇൻഫർമേഷൻ ടു ദി റൈറ്റ് പേഴ്സൺ അറ്റ് ദി റൈറ്റ് ടൈം ഇൻ ദി റൈറ്റ് ഫോം. Decision making. Cost accounting helps in providing the required data for taking managerial decisions. അപ്പോൾ പ്രധാനമായിട്ടും മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുക. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത് കൃത്യമായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായിട്ടുള്ള കോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നെക്സ്റ്റ് മന്തിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിൻ്റെ ഏതൊക്കെ കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ പ്രോഫിറ്റ് കൂട്ടാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കാൻ വ്യക്തമായിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ഡാറ്റ ഉപയോഗിച്ചാണ് അത് അടിസ്ഥാനമാക്കി എടുക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവാണ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ഇസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് ദ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജസ് ഇൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റിന് കാരണമായിട്ടുള്ള ഘടകങ്ങളുടെ വേസ്റ്റേജ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് കോസ്റ്റ് കൺട്രോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അത് എങ്ങനെയാണ് സാധ്യമാകുക? നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു പെൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് അത് ഫിക്സ് ചെയ്തിരിക്കും. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുക. നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക എത്രയാണോ സംഭവിക്കുക അതാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇവ തമ്മിലുള്ള ആ ഡിഫറൻസ് എന്താണെന്നും ആ ഡിഫറൻസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നോക്കിയാണ് നമ്മൾ ഒരു പരിധിവരെ ഈ വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 15 രൂപ നമ്മൾ ഫിക്സ് ചെയ്തു. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അത് പ്രൊഡക്ഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ചപ്പോൾ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 18 രൂപയായി. അപ്പോൾ എന്തുകൊണ്ട് 15 രൂപ നമ്മൾ ഫിക്സ് ചെയ്തത് 18 രൂപയിൽ ആക്ച്വൽ കോസ്റ്റ് ആയി? അപ്പോൾ ഇത് ഒരുപക്ഷെ മെറ്റീരിയൽ നമ്മൾ പ്രൈസ് കൂടിയ മെറ്റീരിയൽ വാങ്ങിച്ച് ക്വാളിറ്റി കുറഞ്ഞു പോയതുകൊണ്ടാകാം. അതല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ലേബർ കോസ്റ്റ് ആയതുകൊണ്ടാകാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? വേസ്റ്റേജ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ അടുത്ത പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആ വേസ്റ്റേജ് നമ്മൾ പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് കോസ്റ്റ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. So, cost control is the procedure whereby actual results are compared against the standards so that അടുത്തതായി നമ്മൾ കാണുക കോസ്റ്റ് റിഡക്ഷൻ എന്ന പോയിന്റാണ്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഉപയോഗക്ഷമതയ്ക്കോ അതിൻ്റെ ഗുണത്തിനോ കുറവ് വരാതെ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പരമാവധി കുറയ്ക്കുന്ന പ്രക്രിയയാണ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് പരമാവധി കുറവായിരിക്കും. ഇവിടെ പരമാവധി എല്ലാ വേസ്റ്റേജുകളും നമുക്ക് സ്ഥായിയായി ഒഴിവാക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ടാകും. അതിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുക. ICMA London defines cost reduction as the achievement of real and permanent reduction in the unit cost of goods manufactured or services rendered without impairing their suitability for the use intended or diminution in the quality of the product. അടുത്തതായി നമ്മൾ പഠിക്കുക കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഡിഫറൻസസും കൂടെയാണ് മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുക കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുക കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെയും കോസ്റ്റ് ഓഫ് ലേബറിൻ്റെയും ഒക്കെ വേസ്റ്റേജ് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന പ്രക്രിയയാണ്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുക ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ ഉപയോഗക്ഷമതയിലോ വ്യത്യാസം വരുത്താതെ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് സ്ഥായിയായി പരമാവധി കുറയ്ക്കാൻ പറ്റുന്നതിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുക കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു കൺട്രോൾ മെത്തേഡാണ് സ്റ്റാൻഡേർഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുക യഥാർത്ഥത്തിലുള്ളതും സ്ഥായി ആയിട്ടുള്ള ഒരു കോസ്റ്റ് റിഡക്ഷൻ പ്രക്രിയയാണ്. കോസ്റ്റ് കൺട്രോൾ എങ്ങനെയാണ് പ്രാബല്യത്തിലാക്കുക? അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുക. അതായത് നമ്മൾ പ്രൊഡക്ഷന് മുമ്പ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും, ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. അതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുക. കോസ്റ്റ് റിഡക്ഷനിൽ നമ്മൾ പലപ്പോഴും ക്രിട്ടിക്കലായിട്ടുള്ള കോസ്റ്റ് എക്സാമിനേഷൻ ഉണ്ടാവും, അതിൻ്റെ വിശകലനം ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ റിവൈസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കോസ്റ്റ് എക്സാമിനേഷനും അതിൻ്റെ വിശകലന പഠനവും ഒക്കെ കോസ്റ്റ് റിഡക്ഷനിൽ തുടർച്ചയായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നാലാമത്തെ പോയിന്റ് എന്ന് പറയുക ഏതൊക്കെ ടൂൾസാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇതൊക്കെ കോസ്റ്റ് കൺട്രോളിൻ്റെ ടൂൾസായിട്ട് ഉപയോഗിക്കുന്നു. കോസ്റ്റ് റിഡക്ഷൻ്റെ ടൂൾസായിട്ട് വർക്ക് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ജോബ് അനാലിസിസ് മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള ടേംസ് കുറച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ബാക്കി തുടർന്ന് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതുമാണ്. അടുത്തത് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റാണ്.
കോസ്റ്റ് കൺട്രോളിൽ ക്വാളിറ്റിക്ക് വളരെയേറെ പ്രാധാന്യം അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് ഒരു ഗ്യാരണ്ടി അല്ല. അതേസമയം കോസ്റ്റ് കൺട്രോളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആണ് കോസ്റ്റ് റിഡക്ഷനിൽ. ദാറ്റ് ഈസ് റിട്ടൻഷൻ ഓഫ് ക്വാളിറ്റി ഈസ് ഗ്യാരണ്ടീഡ് അണ്ടർ കോസ്റ്റ് റിഡക്ഷൻ. അടുത്ത പോയിന്റ് എന്ന് പറയുക, കോസ്റ്റ് കൺട്രോൾ പാസ്റ്റിനെയും പ്രസന്റിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുക പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസമാണ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു പ്രിവെന്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുക ഒരു കറക്റ്റീവ് ഫംഗ്ഷനാണ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പരമാവധി വേസ്റ്റേജ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ്. കറക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്ഷൻ നടക്കുന്നതിലൂടെ വേസ്റ്റേജ് കുറച്ചുകൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ റേറ്റ് പരമാവധി കുറയ്ക്കുക. അതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതാണ് അത് കറക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുക. ഫിഫ്ത്ത് സെമസ്റ്ററിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സുഖമെന്ന് കരുതുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ സംബന്ധിച്ച് എന്നാണ് ഇനി നമുക്ക് കോളേജിൽ വന്ന് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവചിക്കുവാൻ സാധിക്കില്ല. ആയതിനാൽ നമ്മളെടുക്കുന്ന ക്ലാസ്സുകൾ, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ സംബന്ധിച്ച് 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് 3ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് വാങ്ങുക. ആ നോട്ട്ബുക്കിൽ എടുക്കുന്ന പോർഷൻസ് കൃത്യമായിട്ട് എഴുതി, നമ്മൾ ക്ലാസ്സിൽ റെഗുലറായിട്ട് എഴുതി പോകുന്നത് പോലെ തന്നെ അതൊരു നോട്ട്ബുക്കായിട്ട് എഴുതി സൂക്ഷിച്ചു പോവുക. കാരണം ഇതൊരു പ്രോബ്ലം പേപ്പറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തിയറി അതിനോടനുബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യേണ്ടതും മുമ്പോട്ട് പോകേണ്ടതും ഉള്ളതുകൊണ്ട് നോട്ട്ബുക്ക് കൃത്യമായിട്ട് വാങ്ങുക, അത് എഴുതുക. ഇന്ന് നമ്മൾ പഠിച്ച ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം, അത് ഞാൻ തന്ന മെറ്റീരിയൽസ് നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതുക. ഇന്നത്തെ അസൈൻമെൻ്റായിട്ട് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം മാത്രം സബ്മിറ്റ് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവണം. ഈ നോട്ട്ബുക്കിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ട് അതിൽ നിന്ന്
സ്കാൻ ചെയ്തോ PDF ആക്കിയോ ഒക്കെ ആയിരിക്കുമല്ലോ നിങ്ങളിത് അസൈൻമെൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് നോട്ട്ബുക്ക് കൃത്യമായിട്ട് ഉണ്ടാകണം. നമ്മൾ ക്ലാസ്സിൽ എഴുതി പോകുന്നത് പോലെ തന്നെ എന്ന് കോളേജ് റീഓപ്പൺ ചെയ്യുന്നുവോ അന്ന് നിങ്ങളുടെ നോട്ട്ബുക്കുകളെല്ലാം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതെനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യവും ഓർക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളുടെ പുസ്തകം ഏതാണ് വാങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് KGC നായരുടേതുണ്ട്, അതുപോലെ ജൈനാൻ നരകിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ പ്രതിഭ പബ്ലിക്കേഷൻസിൻ്റേതും ഉണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിൽ ഇപ്പോൾ എത്രമാത്രം ലഭ്യമാണ് എന്നുള്ളതറിയില്ല. പുതിയ ബുക്കുകൾ പ്രിൻ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുക. പഴയതൊക്കെ ഉള്ളത് നിങ്ങൾ കളക്ട് ചെയ്യുക. എന്തായാലും ടെക്സ്റ്റ് ബുക്കുകൾ ലഭ്യമാകുന്നത് വരെ ഞാൻ നൽകുന്ന മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടുകൾ തയ്യാറാക്കി മുമ്പോട്ട് പോവുക. തുടർന്ന് നിങ്ങൾക്ക് നല്ല ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കാലഘട്ടം ആശംസിക്കുന്നു. വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കും കോളേജിൽ വന്ന് പഠിക്കാൻ സാധിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മറ്റ് സാധ്യതകളും സാഹചര്യങ്ങളുമൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകളോട് ഒരുമിച്ച് പോകാം. നിങ്ങളുടെയും നല്ല സഹകരണം പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സിലെ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഓർക്കുകയും നല്ല ഒരു ഓൺലൈൻ സെമസ്റ്റർ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ആശംസിക്കുകയും ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് 1 എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം